നമസ്കാരം, അമൃതാണ്. ഡീസൽ ടർബോ എൻജിൻസ് ഒന്ന് ഹീറ്റായി വരാനായിട്ടൊരു സമയം എടുക്കും. നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുറേ ദൂരമൊക്കെ ഓടിച്ച് പിന്നെ ആ ഒരു ടർബോ സ്പൂളിങ്ങും എല്ലാം നല്ല സിങ്ക് ആവും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വാഹനങ്ങളിൽ അങ്ങനെ ഒരു ടർബോ ലാഗ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പണ്ടത്തെ വാഹനങ്ങളിലുണ്ടായിരുന്നു. ഞാനത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഫിയറ്റിൻ്റെ നമ്മുടെ പുൻടോലല്ല ഫിയറ്റ് യൂനോ എന്ന് പറയുന്ന വണ്ടിയിലാണ്. പല അവസരങ്ങളിൽ ഇങ്ങനെ ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറേ അങ്ങ് ഓടി വരുമ്പോഴത്തേക്ക് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് പിന്നെ നമ്മളെ കയ്യിൽ പിടിച്ചാൽ കിട്ടത്തില്ല. അത്ര നല്ലൊരു പെട്രോൾ എഞ്ചിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പുള്ളിങ്ങും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇനിഷ്യലി ആ ഒരു പെർഫോമൻസ് നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല. പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് പൊതുവെ ടർബോ എഞ്ചിൻസിനുള്ള ഒരു ടർബോ ലാഗാണ്. അത് കഴിഞ്ഞ് ആ ഒരു പ്രോപ്പർ സ്പൂളിങ് ടർബോ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് പെർഫോമൻസിന്റെ വേറെ ലെവലാണ്. അപ്പൊ ടർബോ സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്. അത് നമ്മൾ ഈ പുലിമുരുകൻ, ഈ വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടറുടെ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ശ്രദ്ധിച്ചാൽ അറിയാം. പുലിമുരുകൻ ഞാൻ 2-3 തവണ വീണ്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ കണ്ടതൊന്നും സിനിമ ഫുള്ളായിട്ടാണ്. ആ സീക്വൻസുകൾ, അതായത് പീറ്റർ ഹെയിൻ്റെ ആ ഒരു സ്റ്റൺസ് അദ്ദേഹം എങ്ങനെ കോറിയോഗ്രാഫി ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു സിനിമ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ അത് മോഹൻലാലിനെ കൊണ്ട് മാക്സിമം, അത്രയും ഏജ്ഡ് ആയിട്ടുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിനെ കൊണ്ട് മാക്സിമം അയാൾ ത്രോട്ടിൽ ചെയ്ത് അത് നന്നായിട്ട് എടുത്തു വെച്ച്. അപ്പോൾ അതൊക്കെ ഒരു സ്റ്റണ്ട് മാസ്റ്ററുടെ ഒരു സ്കില്ലാണ്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്ന ഒരു മൂവി, ഇത്തരത്തിലുള്ള മൂവീസൊക്കെ, അതായത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവീസൊക്കെ ഇപ്പോൾ ആക്ഷൻ്റെ സീക്വൻസ് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും സ്റ്റണ്ട് കോറിയോഗ്രാഫി ഇതെല്ലാം അവരാണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡയറക്ടർക്കും അവരുടെ വലിയ റോളുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ ഒരു ഡയറക്ടറുടെ വിഷൻ ആയിരിക്കും. പക്ഷേ അത് ഇൻറ്റു ആക്ഷനിൽ കൊണ്ടുവരുന്നത് ഇവരൊക്കെ ആയിരിക്കും. ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു എക്സിക്യൂഷൻ ആയിരിക്കും അതിനകത്ത് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ RDX എന്ന് പറയുന്ന സിനിമയിൽ അൻപറിവ് അതാണ് നമ്മൾ ഓരോ ആക്ഷൻ ഡയറക്ടേഴ്സും പോപ്പുലർ ആവുന്നതിന് കാര്യമാണ് ആ അൻപറിവാണ് ചെയ്തിരിക്കുന്നത് സ്റ്റണ്ട്സ്. അങ്ങനെ ആ ഒരു സ്റ്റണ്ട് കോറിയോഗ്രാഫി അല്ലെങ്കിൽ ആ ഒരു സ്റ്റണ്ട് ഡയറക്ഷന് ഒരു പോപ്പുലാരിറ്റി ഉണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ അതൊരു ഐഡന്റിറ്റി ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പുലിമുരുകനിൽ പറഞ്ഞ കണക്ക് തന്നെ ആ ഒരു സ്റ്റണ്ട് കോറിയോഗ്രാഫി ഈ സിനിമയ്ക്കകത്തും അതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി എൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നത് എൻ്റെ ആ ഒരു ഞാൻ ആദ്യം പറഞ്ഞുള്ള ഒരു ടർബോ ലാഗൊക്കെ അങ്ങ് ഒഴിവാക്കി ഫുൾ ത്രോട്ടിലാണ് അതങ്ങ് പോണത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യും. അത് ഈ പറഞ്ഞ കണക്ക് ടർബോ ലാഗൊക്കെ മാറുന്ന ഒരു ടർബോ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് പോലെ ആയിരുന്നു ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് പേരുകൊണ്ട് ഈ സിനിമ സമൃദ്ധമാണെന്ന് പറയാം. പിന്നെ ടർബോ ജോസ്, മമ്മൂട്ടി ഹാൻഡിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രം എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും നമ്മളിതുപോലുള്ള പോത്തൻ വാവ എന്നൊക്കെ പറഞ്ഞുള്ള ജോഷിയുടെ സിനിമ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഇത്തരത്തിലൊരു കഥാപാത്രത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിമിലർ ആണെന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. എങ്കിലും അതിലൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് വന്ന വില്ലൻ രാജ് ബി ഷെട്ടി, ഓൺ ആൻഡ് ഒൺലി, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ കന്നഡയിലുള്ള സിനിമകളുടെ ആ ഒരു സിനിമകൾ കണ്ടിട്ടുള്ള അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് റേഞ്ച് വെച്ചിട്ടാണ്. പണ്ട് മോഹൻലാലൊക്കെ ചെയ്യുന്ന പോലുള്ള, ഞാനത് പല സിനിമകളുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ മോഹൻലാലിൻ്റെ സിനിമകളിൽ അദ്ദേഹം ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരുപാട് പ്ലസ്സസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനെ അങ്ങനെ മോൾഡ് ചെയ്ത് നമ്മൾ ആ കഥാപാത്രത്തെ ഓർത്തിരിക്കും. ആ നടൻ എന്നുള്ളത് മറന്നിട്ട് നമ്മൾ ആ കഥാപാത്രത്തെ നമ്മളിൽ ഇംപ്രിന്റ് ചെയ്യുന്ന, ആ മനസ്സിലങ്ങനെ കൊത്തിവെക്കുന്ന, ഒരു ശില്പം പോലെ കൊത്തിവെക്കുന്ന രീതിയിൽ അദ്ദേഹം അഭിനയിച്ചു വയ്ക്കും. പക്ഷെ ഇതിനകത്ത് വില്ലനായപ്പോഴത്തേക്ക് കുറച്ചൊരു മീറ്റർ പിടിച്ചൊരു ലിമിറ്റിലാണ് അദ്ദേഹത്തിനെ നിർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും അത്രത്തോളം ഇതിനകത്ത് ക്യാപ്ചർ ചെയ്തത് പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആക്ഷൻ ഏരിയയിലൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി, എങ്കിലും അത്രയ്ക്ക് കൺവിൻസിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എവിടെയൊക്കെ ഭയങ്കര എക്സ്ട്രീം ലെവൽ വില്ലനുമാണ്, സെയിം ടൈം അദ്ദേഹം ഒരു വളരെ താഴ്ന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നതാണെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻട്രോയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെ ഒരു മിസ്മാച്ച്. കാരണം രാജ് ബി ഷെട്ടിയിൽ നിന്ന് ഇതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നെന്ന് സിനിമ കണ്ടപ്പോൾ തോന്നി. പിന്നെ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് മ്യൂസിക് നന്നായിട്ടുണ്ട്. ബട്ട് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ എറണാകുളത്തുള്ള ശ്രീധർ എന്ന് പറഞ്ഞൊരു തിയേറ്ററിലാണ് ഈ മൂവി കണ്ടത്. തിയേറ്ററിൽ കയറിയപ്പോഴത്തേക്ക് തിയേറ്റർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു തിയേറ്റർ. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറിയപ്പോൾ തന്നെ സ്പീക്കേഴ്സ് കൊച്ചു നമ്മൾ ഈ വീട്ടിലൊക്കെ ഹോം തിയേറ്റർ വയ്ക്കുന്ന കണക്കുള്ള സ്പീക്കേഴ്സാണ് അതിൻ്റെ സൈഡ്സിലൊക്കെ വെച്ചിരിക്കുന്നത്. ആ ഒരു ബാൽക്കണിയിൽ താഴെ അത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ, കാരണം ഇതൊരു സൗണ്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു സൗണ്ടും എല്ലാം കൂടെ വന്നാൽ മാത്രമേ നമുക്കതൊരു
തിയേറ്ററിക്കൽ, ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു നിരാശ ആദ്യം തന്നെ തോന്നിയിരുന്നു. കാരണം ആ ഒരു മുകളിൽ ഇപ്പോഴത്തെ തിയേറ്റേഴ്സിലെല്ലാം മുകളിലൊരു അറേ ഓഫ് സ്പീക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അതൊന്നും ഇതിനകത്തില്ല. അതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു DTSO അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് മോഡേൺ സൗണ്ട് സിസ്റ്റം ഉള്ളൊരു തിയേറ്റർ അല്ലെന്ന് മനസ്സിലായി. എന്നാൽ നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും ഉള്ളതിന് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു നല്ല തിയേറ്റർ. കാർ പാർക്കിംഗ് ഇല്ല, കാർ പാർക്കിംഗ് പക്ഷേ വെളിയിൽ മെറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെറൈൻ ഡ്രൈവിൽ പാർക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് പോയി കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൗണ്ടിങ്ങിൻ്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ, കാരണം ഈ സിനിമയ്ക്കകത്ത് M.R. രാജാകൃഷ്ണൻ, ഞാനൊരു ഹാർഡ് കോർ ഫാൻ ഓഫ് M.R. രാജാകൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിനകത്ത് സൗണ്ട് എഞ്ചിനീയറിംഗ്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ഹാൻഡിൽ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. പിന്നെ സൗണ്ട് മിക്സിംഗ് ആരെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ്. നമ്മൾ ബ്രഹ്മയോഗത്തിൽ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഇവരുടെയൊക്കെ ഒരു കോംബോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെത് കനത്ത നിരാശയായിപ്പോയി. എനിക്കിനി ഒന്നും കൂടെ അതൊന്ന് കയറി കാണണമെന്നുണ്ട്. പക്ഷേ സിനിമ ഒരു സെക്കൻഡ് ടൈം വാച്ചിന് വേണ്ടി എനിക്ക് ഇല്ല. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു പഞ്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കയറി തിയേറ്ററിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ ആ ഒരു സൗണ്ടിങ്, ഈ ആ സൗണ്ട്, തിയേറ്ററിനകത്തുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാനായിട്ട്. അത് പ്രത്യേകിച്ച് ആ സൗണ്ട് എഞ്ചിനീയറിംഗ് സൈഡ് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ്. സോ അത് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഈ സൗണ്ടിൻ്റെ. കാരണം ഈ സൗണ്ട് ഒരു മെയിൻ റോളുള്ള ഒരു മൂവി ആകുമ്പോഴത്തേക്ക് നമുക്ക് സൗണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കും മോനും ഒരേപോലെ നിരാശരായ ഒരു സംഭവമായിരുന്നു അത്. ആദ്യം ആ ഒരു സൗണ്ട് സിസ്റ്റം, തിയേറ്ററിൻ്റെ സൗണ്ട് സിസ്റ്റത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമൊക്കെ കിട്ടുമല്ലോ, ഈ DTS എന്നും അല്ലെങ്കിൽ ഡോൾബി എന്നൊക്കെ കാണിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്നും ഇല്ലായിരുന്നു. അറ്റ്മോസ് എന്നുള്ള എഴുതി കാണിക്കുന്ന അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി സൗണ്ട് ഒച്ച ഇത് തന്നെ പഴയ തിയേറ്റർ അനുഭവം. ആ പണ്ടത്തെ തിയേറ്ററിലൊക്കെ പോലും വലിയ ബോക്സൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം മുഴക്കവും ഇടിയും മുഴക്കവും ഒക്കെ കേൾക്കായിരുന്നു. എനിക്ക് അവസാനമായിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ നമുക്കൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, അത് ഓലപ്പുരയായിരുന്നു. എന്നാൽ പോലും അതിനകത്തൊക്കെ വലിയ ചക്ക സ്പീക്കറുകളാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഊഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഉള്ളതിന് പഴയ ചാനൽ സിസ്റ്റമാണ്. അപ്പോൾ അതിൽ ഉള്ളതിൽ നമുക്ക് ബെറ്റർ സൗണ്ടിങ് കിട്ടുമായിരുന്നു. അത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ആറാം തമ്പുരാനൊക്കെ കാണുമ്പോൾ അതിനകത്തൊക്കെ കുറച്ച് സൗണ്ടൊക്കെ നല്ല ബെറ്റർ ആയിരുന്നു. ഈ DTS ഒന്നും ഇല്ലാത്തൊരു കാലത്താണെങ്കിൽ പോലും ഉള്ളതിൽ ബെറ്റർ സൗണ്ടിങ് ഒക്കെ ഉള്ളൊരു മൂവിയായിരുന്നു ആറാം തമ്പുരാനൊക്കെ. അപ്പോൾ എന്തായാലും അതുപോലൊരു കാലഘട്ടത്തിലേക്ക് ഒന്നും കൂടെ കൊണ്ടുപോയി. പക്ഷേ ഇത് ഫുൾ ട്രബിൾ എഫക്റ്റാണ്. ബാസ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. ഇനി താഴത്തെ ബ്ലോക്കിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന് അറിയത്തില്ല. എനിവേ ബാൽക്കണിയിൽ 6 ബോറായിരുന്നു. അതിപ്പോൾ തിയേറ്ററിനെ ഡീഗ്രേഡ് ചെയ്ത് പറയാനൊന്നുമല്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. കാരണം ഇന്നത്തെ കാലത്ത് ആ ഒരു തിയേറ്ററൊക്കെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് സൗണ്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതേ ഉള്ളവർക്ക്. ഇത്രയൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിറ്റിയുടെ ഹാർഡ് കോറിൽ കിടക്കുന്ന ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി കിടക്കുന്ന ഒരു തിയേറ്ററിനെ ഇത്രയും നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സൗണ്ട് അപ്ഗ്രേഡ് വരുത്താൻ വലിയ പാടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതും കൂടെ ചെയ്താൽ ഫ്യൂച്ചറിൽ ആ ഒരു തിയേറ്ററിനെ കുറച്ചും കൂടെ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തായാലും സിനിമ മക്കളൊക്കെ നല്ല, ഇളയ മോനൊക്കെ, കൊച്ചുങ്ങൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു അതിൻ്റെ സെക്കൻഡ് ഹാഫ്. അവരെപ്പോഴും എടുത്ത് പറയുന്ന സെക്കൻഡ് ഹാഫ് വാസ് അമേസിങ് എന്നുള്ളതാണ്. കാരണം നല്ല ഫൈറ്റ് സീക്വൻസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫൈറ്റ് സീക്വൻസ് ഇത് ഫൈറ്റ് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ആരെന്ന് അറിയാൻ വയ്യ. ഓക്കെ, എന്തായാലും ഫൈറ്റ് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ആ ഫൈറ്റ് കാണാൻ വേണ്ടി തന്നെ സിനിമയ്ക്ക് നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഒത്തിരി സൗണ്ട് എക്സ്പീരിയൻസും ഒക്കെ അത് നല്ല തിയേറ്ററിലാണെങ്കിൽ കുറച്ചും കൂടെ സൗണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. സോ വി മിസ് ദാറ്റ്. അപ്പോൾ എന്തായാലും പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് ഒന്നും എനിക്ക് അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഇത് സ്റ്റോറി ടെല്ലിംഗ് ഒന്നും അല്ല, ഇതൊരു പഞ്ച് സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്റ്റോറി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിനൊന്നും സ്റ്റോറിക്കോ അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന സന്ദർഭങ്ങൾക്കോ ഉള്ള പ്രാധാന്യത്തെക്കാളും ഇതിനകത്ത് ആ എലിവേറ്റഡ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതെന്തായാലും ഈ പ്രായത്തിൽ മമ്മൂട്ടി നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് മോഡേൺ, ഇപ്പോൾ എല്ലാ പ്രായമായിട്ടുള്ള, അതായത് കൂടുതൽ ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാമറയൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. ഈ ബോൾട്ടാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫൈറ്റ് തുടങ്ങുമ്പോൾ അറിയാം ആ സീനങ്ങ് മാറുകയാണ്. പിന്നെ ആ ക്യാമറ കിടന്ന് അങ്ങനെ കറക്കവും ഓരോ സൂം എഫക്റ്റും എല്ലാം കൂടെ ബോൾട്ടിൻ്റെ ഒരു പെർഫോമൻസ് അറിയാമല്ലോ. അത് നന്നായിട്ട് സിനിമയെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീനിന് നന്നായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് ക്രിസ്റ്റോ സേവിയറിൻ്റെ രസം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും അത് അതിൻ്റെ ഒരു ഫുൾ ത്രോട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെതായിട്ടുള്ളൊരു നിരാശയുണ്ട്. ദെൻ ബിന്ദു പണിക്കർ ഓസം. ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും നമ്മൾ എൻജോയ് ചെയ്തത് ബിന്ദു പണിക്കരുടെ അഭിനയമാണ്. പഴയ KPSC ലളിതയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ. എന്നാൽ അത് ബിന്ദു പണിക്കർക്ക് അവരുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചറുണ്ട്. അവരുടെ ഒരു ഇംഗ്ലീഷ് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത്
അത് വേറെ ലെവലാണ്. അത് അവരുടെ ഒരു ഓൺ സിഗ്നേച്ചർ സ്റ്റഫാണ്. അത് ഇതിനകത്ത് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറോൾ ബിന്ദു പണിക്കർ റോക്ക്ഡ്. ഒത്തിരി നല്ല ചിരിക്കാനുള്ള സീനുകളൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ഓക്കെ. ആ ഒരു ആക്ട്രസ് എനിക്ക് അവരെ വലിയൊരു കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല, എങ്കിലും ഓക്കെ ആ ഒരു ക്യാരക്ടറിന് ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരെനിക്കറിയത്തില്ല. നമ്മുടെ പാച്ചൂൻ അത്ഭുത വിളക്കം എന്ന് പറയുന്ന സിനിമയിൽ വന്ന ലേഡിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ സിനിമയുടെ ഈ ഒരു സെക്കൻഡ് പാർട്ടിലുള്ള ഒരു ഫുൾ ത്രോട്ടിൽഡ്, അതായത് ഒരു ടർബോ പെർഫോമൻസിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അത്രയും എഫേർട്ട്, ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറൊക്കെ ഇത്രയും എഫേർട്ട് എടുക്കുന്ന കാണുമ്പോഴത്തേക്ക് അതിനൊരു സ്പെഷ്യൽ അപ്രീസിയേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഔട്ട് ഓഫ് 10 IMDbയിൽ ഞാൻ ഒരു 8 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇനി മന്ദാകിനി കാണണമെന്നുണ്ട്. നല്ല നല്ല റിവ്യൂസ് വന്നിരിക്കുന്ന നല്ല സിനിമകൾ. പിന്നെ ബിജു മേനോൻ്റെയും ആസിഫ് അലിയുടെയും ഒരു സിനിമ ഉണ്ടല്ലോ, എൻ്റെ പേര് കിട്ടുന്നില്ല, അതൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.